നമസ്കാരം. PSC റാങ്ക് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് LDയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സുമായിട്ടാണ്. അത് നമുക്ക് ഈ പരീക്ഷയുടെ സിലബസ് ഒന്ന് നോക്കാം. ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയിൽ നിന്നും ആകെ 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് സിലബസിൽ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് ഇതില് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച, ദേവസ്വങ്ങളുടെ ആവിർഭാവം, പ്രധാന ക്ഷേത്രങ്ങൾ, അവയുടെ പ്രാധാന്യവും പ്രത്യേകതകളും, നിലവിലെ ദേവസ്വം ബോർഡുകളുടെ ഘടനയും രൂപീകരണ പ്രക്രിയയും ശ്രേണീകരണവും, വരുമാനത്തിന്റെയും നിത്യ പൂജാനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ക്ഷേത്ര വർഗീകരണം, പ്രധാന ക്ഷേത്രോത്സവങ്ങൾ, ആചാരപരവും ഭക്തിപരവുമായ അനുഷ്ഠാന ചടങ്ങുകൾ, അവയുടെ പ്രാധാന്യവും സാമൂഹ്യ പ്രസക്തിയും, ഹൈന്ദവ പുണ്യമാസങ്ങൾ, പുണ്യദിനങ്ങൾ, അവയുടെ ആധ്യാത്മിക പ്രാധാന്യം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്ര വാദ്യങ്ങൾ, ക്ഷേത്ര സംഗീതം, വിഖ്യാത ക്ഷേത്രവാദ്യ കലാകാരന്മാർ, വാസ്തുവിദ്യാ ഗുരുകുലം, വാദ്യവിദ്യാലയങ്ങൾ, ക്ഷേത്ര കലാപീഠങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന പരിജ്ഞാനം, ഭക്തിപ്രസ്ഥാനം, ഭക്തിപ്രസ്ഥാന നായകർ, വിഖ്യാത മതാചാര്യന്മാർ, ആത്മീയാചാര്യന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, തത്വചിന്തകർ, അവരുടെ സംഭാവനകൾ, ആത്മീയ സദ്വചനങ്ങൾ, അവയുടെ ഉദ്ഘോഷങ്ങൾ, ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1950, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, അതിന്റെ ആവിർഭാവം, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഭരണശ്രേണി ക്രമീകരണം, സാരഥികൾ. ഇത്രയുമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇനി ഇതിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇതിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ചയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച ഇതിലെ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ആരാധനാ രീതികളാൽ, ശില്പശൈലി, സാംസ്കാരിക പരമ്പരയുടെ പുരോഗതി എന്നിവയാണ്. ഇനി നമുക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച വിശദമായിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രാചീന കാലമാണ്. ആദിമമായിട്ടുള്ള ആരാധനകളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആദ്യകാലങ്ങളിൽ പ്രകൃതി വിഷയമായ ആരാധനയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതില് മരങ്ങൾ, കല്ലുകൾ, മലകൾ, കാടുകൾ തുടങ്ങിയവയൊക്കെ ദൈവരൂപങ്ങളായി ആരാധിച്ചിരുന്നു. നാഗാരാധന, ഭൂതാരാധന തുടങ്ങിയത് ഈ ഘട്ടത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ആരാധനയായിരുന്നു. ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് ആണ് കാവുകൾ എന്ന ആശയം ആരംഭിച്ചത്. അടുത്തതായിട്ട് വൈദിക ധർമ്മത്തെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആദിമ കാലഘട്ടത്തിന് ശേഷം. ഇതില് വൈദിക ആശയങ്ങൾ കേരളത്തിലേക്ക് കടന്നതോടെ ആഗമശാസ്ത്രവും ക്ഷേത്ര സങ്കല്പങ്ങളും ഉണ്ടായി. ഈ കാലഘട്ടത്തിലാണ് ബ്രാഹ്മണരുടെ പങ്ക് സജീവമായി തുടങ്ങിയത്. അഗ്നികുണ്ഡം, അതുപോലെ തന്നെ യാഗശാല എന്നിവ ഈ ഘട്ടത്തില് പ്രധാനമായിരുന്നു. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ക്ഷേത്ര നിർമ്മാണം ആനുകാലികമായി രൂപം കൊണ്ട ഘട്ടമാണ്. ഒരു 7 മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങൾ ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ഈ കാലഘട്ടത്തില്. ഈ കാലഘട്ടത്തിൽ ശില്പശാസ്ത്രപരമായ രീതിയിൽ നിർമ്മാണം തുടങ്ങി. വാസ്തുശാസ്ത്രം പിന്തുടർന്നുകൊണ്ടുള്ള ശില്പശാസ്ത്രപരമായിട്ടുള്ള രീതിയിൽ നിർമ്മാണം തുടങ്ങിയ ഘട്ടം ഇതാണ്. ഇതിലെ പ്രധാന ഘടകങ്ങള് ശ്രീകോവില്, നമസ്കാര മണ്ഡപം, നാലമ്പലം, വാളിയമ്പലം, വേലികെട്ട് തുടങ്ങിയവയാണ്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ ഘട്ടം ഭക്തിഭാവം കൂടുതൽ ഊന്നിയ കാലഘട്ടമാണ്. 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഭക്തിഭാവം കൂടുതൽ ഊന്നിയ കാലഘട്ടം നിലവിൽ വന്നത്. ഭക്തിപ്രസ്ഥാനത്തിന്റെ വരവോടെ ക്ഷേത്രങ്ങൾ സമൂഹത്തിന്റെ ആത്മീയ
കേന്ദ്രങ്ങളായിട്ട് മാറി. ആഴ്ചകളിലെ ഉത്സവങ്ങൾ, സംഗീതം, നൃത്തം എന്നിവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ തെയ്യം, കൂത്തുപാട്ട്, കുതിരകളി തുടങ്ങിയ ജനകീയ കലാരൂപങ്ങളും ക്ഷേത്ര പരിസരത്ത് വളർന്നു വന്നിട്ടുണ്ട്. ഇനി അഞ്ചാമത്തേതെന്ന് പറയുന്നത് കാലാനുഗതമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന നൂതന ഘട്ടമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്ത് ക്ഷേത്രങ്ങൾ സാമൂഹ്യപരമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രങ്ങളായി മാറി. ജാതി വ്യവസ്ഥ, പ്രവേശന നിരോധനങ്ങൾ മുതലായവയ്ക്കെതിരായ ആന്തോളനങ്ങൾ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ക്ഷേത്രങ്ങൾ ആത്മീയതയ്ക്കൊപ്പം സാംസ്കാരികപരമായ നിലയിലും നിലകൊള്ളുന്നവയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട ആദ്യഘട്ടത്തിലെ വിശദമായിട്ടൊന്ന് നോക്കുകയാണ്. പ്രകൃതി ആരാധനയെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതി ആരാധന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിമ ആരാധനാ രൂപമാണ്. പ്രകൃതി ആരാധന എന്ന് പറയുന്നത് പ്രകൃതിയെ ദൈവരൂപത്തിൽ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രാചീനമായ ഒരു വിശ്വാസ രീതിയാണ്. കേരളത്തിൽ ഇതിന് വലിയൊരു പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ച് വേദങ്ങൾ വരുന്നതിന് മുൻപ് തുടങ്ങിയ ആചാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിലെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് പറയുന്നത് പ്രകൃതി ദേവതകളുടെ ആരാധനയാണ്. മരങ്ങൾ, പുഴകൾ, കല്ലുകൾ, മലകൾ, വനങ്ങൾ ഇതിനെയൊക്കെ ദൈവികതയുള്ളതായിട്ട് ഈ കാലഘട്ടത്തിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. ഓരോ പ്രകൃതി ഘടകത്തിനും പ്രത്യേകതയും വിശ്വാസങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നാഗാരാധന. സർപ്പങ്ങളെ ദൈവമായി കണ്ട് പൂജിച്ചിരുന്നത് പ്രധാനപ്പെട്ട ഒരു ആചാരമായിരുന്നു. സർപ്പക്കാവുകൾ, പാമ്പിൻ കാവ് ഇതൊക്കെ ഈ നാഗാരാധനയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് ഭൂതാരാധനയാണ്. പ്രകൃതി ശക്തികളെയാണ് വിശ്വസിച്ചത്. ഭൂതങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി ശക്തികളെയാണ്, അല്ലെങ്കിൽ തെയ്യങ്ങൾ എന്നും പറയുന്നു. ഇതിന്റെ ഭാഗമായി തെയ്യം, പൂരം, കളിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. അടുത്തത് മരാരാധന. വിശേഷമായി വലിയ പീപ്പൽ മരങ്ങൾ, അതായത് അശോകമരം, ഇലഞ്ഞിമരം ഇവയൊക്കെ ഭഗവതി സന്നിധിയായിട്ട് വിശ്വസിച്ചിരുന്നു. അടുത്തത് സ്ത്രീ ശക്തിയുടെ ആരാധന. പ്രകൃതിക്ക് സ്ത്രീരൂപം നൽകി ഭഗവതി, ഭൂമി ദേവി, മുത്തശ്ശി തുടങ്ങിയ രൂപങ്ങളിലായാണ് ആരാധിച്ചിരുന്നത്. ഭഗവതി ക്ഷേത്രങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നത് ഇപ്പോ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി പ്രകൃതി ആരാധനയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ പ്രകൃതിയോട് ഒത്തൊരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു ആധ്യാത്മിക പ്രതീകമാണ് പ്രകൃതി ആരാധന എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ ഭക്തി സാംസ്കാരിക രൂപങ്ങൾക്കും ആചാരങ്ങൾക്കും അടിസ്ഥാനമായിട്ട് നിന്നിട്ടുണ്ട്. ഇന്നും അനേകം ക്ഷേത്രങ്ങളിൽ പ്രകൃതി ആരാധനയുടെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി.